ആദ്യം തന്നെ ഫ്രിഡ്ജിലിരുന്ന മീനങ്ങ് എടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്ക് കുറേ പാത്രം നിരന്നിട്ടുണ്ട്, അതങ്ങ് കഴുകി മാറ്റാം. അപ്പോൾ ഈ പാത്രങ്ങൾ നിരന്ന് കിടക്കുന്നത് കഴുകി ഒതുക്കിയാൽ പകുതി ജോലി തീരും. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് രാവിലത്തേക്ക് ഉപ്പുമാവാണ്. അപ്പം എളുപ്പത്തിലൊരു ഉപ്പുമാവാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം റവ വറുത്ത് മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ എണ്ണയൊഴിച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഒന്ന് വഴറ്റി വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് തിളച്ച് വരുമ്പോൾ ഈ റവയങ്ങ് ചേർത്ത് ചിക്കി ഇറക്കിയാൽ എളുപ്പത്തിൽ ഒരു ഉപ്പുമാവൻ റെഡിയായി കിട്ടി. ഇനി നമുക്ക് ഉപ്പുമാവിനും ഉച്ചക്കരത്തേക്കും വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് മീൻ വെട്ടിയെടുക്കാം. അങ്ങനെ മീൻ ഞാൻ വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മസാലയൊക്കെ തേച്ച് മാറ്റി വെച്ചതിന് ശേഷം സാമ്പാറിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എണ്ണയിൽ വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മീനും പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴന്ന് വന്ന ഉള്ളിയിലോട്ട് സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരുന്ന പരിപ്പും ഉപ്പും പുളിയൊക്കെ ചേർത്ത് തിളപ്പിച്ച് ഒന്നുകൂടി ഒന്ന് താളിച്ചെടുത്താൽ എളുപ്പത്തിലൊരു സാമ്പാറും റെഡിയായി. അപ്പോൾ ഈ സാമ്പാറിനകത്ത് ചേർക്കാനായിട്ട് വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. പിന്നെ ക്യാബേജ് മുട്ടയൊക്കെ ചേർത്ത് ചിക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലത്തേക്ക് ഉപ്പുമാവും സാമ്പാറും, ഉച്ചക്കലത്തേക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് ക്യാബേജ് ചിക്കിയതും സാമ്പാറും മീൻ പൊരിച്ചതും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.